15. പാഴാവാത്ത രാത്രി. നീ ആകാശവും ഭൂമിയുമാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിനിടയിലൂടെ സഞ്ചരിക്കും. വാക്കുകളുടെ ജാലകം തുറന്ന് പ്രണയത്തിൻ്റെ കിളികൾ പറന്നുപോയിക്കൊണ്ടിരുന്നു. അവയുടെ പ്രവാഹം നിലച്ചില്ല. മധുരമായ കൂജനങ്ങൾ ജലതരംഗങ്ങൾ പോലെ അകലേക്കലിഞ്ഞ് ഇല്ലാതാവുന്നു. ഒരു പകൽ കഴിഞ്ഞു, ഒരു രാത്രി വന്നു. രാത്രി കടന്നു പോകുന്നു. നക്ഷത്രക്കണ്ടലുകൾ ഇടതൂർന്നു വളരുന്നൊരു കാട്ടിൽ, ആൽവലമാടുന്ന ഒരു തോണിയിൽ, ഏകാന്തത്തിൽ നൂർ മുഹമ്മദ് പാടുന്നു. ചിറകുതുക്കി നിശ്ചലമിരുന്ന് കിളികുലം അത് കേൾക്കുന്നു. ജലജീവികളും കാതോർക്കുന്നു. സംഗീതവീചികൾ ആഴത്തിൽ കമ്പനങ്ങളുണ്ടാക്കിയതിനാൽ വെള്ളം ഇളകുന്നുണ്ട്. അടിത്തട്ടിലെ വെള്ളാരം കല്ലുകൾ കാണാവുന്ന വിധം വെള്ളം തെളിയുകയും ചെയ്തിരിക്കുന്നു. മധുരമായ വേദനയാണ് അയാളുടെ പാട്ടിൻ്റെ ഭാവം. അയാൾ തന്നെ പലപ്പോഴും പറയാറുള്ള വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കഥയിലെ കൊച്ചുകിളിയെപ്പോലെ സ്വയം വിസ്മൃതിയിലാണ് അയാൾ പാടുന്നത്. ചുറ്റുമുള്ള പ്രപഞ്ചത്തെ അയാൾ അറിയുന്നില്ല. പ്രപഞ്ചം ഇപ്പോൾ അയാൾക്കകത്താണ്. അയാൾക്കത് താങ്ങാനാവുന്നില്ല. അതിൻ്റെ ആനന്ദമാണ് അയാളെക്കൊണ്ട് പാടിക്കുന്നത്. ദൈവമാണ് അതിൻ്റെ തൊണ്ടയിൽ. വിശുദ്ധ ഫ്രാൻസിസ് കിളിയുടെ പാട്ടിനെപ്പറ്റി ശിഷ്യൻ ലിയോയോട് പറഞ്ഞത് അയാൾക്കും ചേരുന്നു. അതുകൊണ്ടാണ് അയാൾ ഇത്ര മധുരമായി പാടുന്നത്. കഥയിൽ സെൻറ്റ് ഫ്രാൻസിസ് അങ്ങനെ പറഞ്ഞു തീരും മുമ്പ് ആ കൊച്ചുകിളി മരച്ചില്ലയിൽ നിന്ന് കുഴഞ്ഞ് താഴെ വീണു. ഫ്രാൻസിസ് വ്യസനത്തോടെ അതിനെ കയ്യിലെടുത്തു. അതാകെ ചോരയിൽ കുതിർന്നു പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിൽ കിടന്ന് അത് ചെറുതായി പിടഞ്ഞു. അതിൻ്റെ തൊണ്ടയിൽ ചുംബിച്ചുകൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, താങ്ങാവുന്നതിലധികം പാടിയതുകൊണ്ടാണ് ഇത് മരിച്ചത്. നൂർ മുഹമ്മദ് പാടുന്നു. കടലാണെൻ്റെ പ്രണയം, ഒരു തുള്ളിയെ നീയെടുത്തുള്ളൂ, എന്നിട്ടത് മുത്താക്കി മാറ്റി. പ്രണയമാണ് അയാളെക്കൊണ്ട് പാടിക്കുന്നത്. അയാൾ ആ പെൺകുട്ടിയെ പിന്തുടർന്നാണ് ഇവിടെയും എത്തുന്നത്. അതിരാവിലെ തൻ്റെ കൊച്ചു തോണിയിൽ അവൾ പ്രത്യക്ഷപ്പെടും. കണ്ടലുകൾക്കും കുറ്റിക്കാടുകൾക്കും പോട്ടപ്പുല്ലുകൾക്കും ഇടയിലൂടെ വളഞ്ഞു പിരിഞ്ഞു പോകുന്ന നിരവധി ജലവഴികളുണ്ട്. അതിലെ അയാൾ അവളെ അവളറിയാതെ പിന്തുടരും. എന്താണവൾ ഇത്ര സൂക്ഷ്മമായി തിരയുന്നതെന്ന് ആദ്യമൊക്കെ നൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു. അവൾ മീൻ പിടിക്കുന്നതോ കക്ക വാരുന്നതോ അയാൾ കണ്ടിട്ടില്ല. ആദിയിലെത്തുന്നവർ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടു പോകുന്ന വസ്തുക്കൾ കണ്ടെത്തി പെറുക്കി മാറ്റുകയാണ് അവൾ ചെയ്യുന്നത്. മദ്യക്കുപ്പികൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, കോളാട്ടിന്നുകൾ, പോളിത്തീൻ കവറുകൾ, ചീഞ്ഞ പഴങ്ങൾ, പഴത്തോടുകൾ, സിഗരറ്റ് കൂടുകൾ, അങ്ങനെ പലതും. പുല്ലിലും കണ്ടലുകളുടെ വേരുകൾക്കിടയിലും പൊന്തകളിലും കുറ്റിക്കാട്ടിലുമൊക്കെ അഴുക്കും അവിശ്വാസവും പരത്തിക്കൊണ്ട് അവ ചിതറിക്കിടന്നു. പ്ലാസ്റ്റിക് കൂടുകൾ വെള്ളത്തിനുമീതെ പൊന്തിക്കിടന്ന് ബഹുദൂരം ഒഴുകിപ്പോയി. അതിസൂക്ഷ്മമായി തിരഞ്ഞ് ഓരോന്നായി കണ്ടെടുത്ത് തോണിയിലിട്ട് സന്തോഷത്തോടെ അവൾ തിരിച്ചു പോകുന്നു. അപ്പോഴൊക്കെ ഉദയസൂര്യനെ പ്രതിബിംബിക്കുന്ന ജലകണിക പോലെ അവളുടെ മുഖം പ്രകാശിക്കുന്നത് കണ്ട് നൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു. പിന്നെ അവൾ ശുദ്ധിയാക്കിയ ഇടങ്ങളിലൂടെ അയാൾ കടന്നുപോയി. പുതിയ പുൽനാമ്പുകളും പുതിയ തളിരുകളും കണ്ടു. അഴുക്കുകൾ വാരിയെടുത്ത് എങ്ങോട്ടാണ് അവൾ പോകുന്നത്? നൂർ മുഹമ്മദ് അത്ഭുതത്തോടെ അവൾക്ക് പിന്നാലെ പോയി. ആദിയുടെ കിഴക്കേ അറ്റത്ത് പച്ചവളയ്ക്ക് പുറത്ത് ആൾപ്രവേശമില്ലാതെ കിടക്കുന്ന ഒരു കൊച്ചു തുരുത്തുണ്ട്. ആകെ വനം മൂടിക്കിടക്കുകയാണത്. അവൾ തോണി തുഴഞ്ഞ് അതിനടുത്തേക്ക് പോയി. അവിടെ ആഴമേറിയ ഒരു കിടങ്ങോ കുഴിയോ ഉണ്ടാവണം. മാലിന്യങ്ങൾ വാരിയെടുത്ത് അതിലിട്ട് അവൾ തിരിച്ചു വരുന്നത് അയാൾ കണ്ടു. അയാൾ കാത്തുനിന്നു. എവിടെ പോയിരുന്നു? പെട്ടെന്ന് അയാളെ തൻ്റെ തൊട്ടുമുന്നിൽ കണ്ട് പെൺകുട്ടി തുറന്ന ചിരിയോട് ചോദിച്ചു, ഞാൻ ഒപ്പമുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. കാണാതെയാണ് ഞാൻ പിന്തുടർന്നത്. എന്തിന്? നൂർ മുഹമ്മദ് അകമേ പുഞ്ചിരിച്ചു. വിശുദ്ധ മാർഗങ്ങൾ എപ്പോഴും പിന്തുടരപ്പെടേണ്ടവയാണ്. അയാൾ പിറുപിറുത്തു. എന്താ പറയുന്നത്? അവൾ ചോദിച്ചു. ഞാൻ കൂടെ വന്നോട്ടെ. അയാൾ തൻ്റെ കൈ നീട്ടി. പെൺകുട്ടി മധുരമായി ചിരിച്ചു. വെയിൽ കഠിനമാകുന്നതുവരെ അയാൾ അവളോടൊപ്പം മലിനവസ്തുക്കൾ പെറുക്കുകയും ആ കിടങ്ങിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്തു. ദാഹിക്കുന്നു, അയാൾ പറഞ്ഞു. വരൂ, അവൾ സന്തോഷത്തോടെ വിളിച്ചു. മുളങ്കൂട്ടങ്ങൾക്കരികിൽ അവൾ
ഒരുക്കി വെച്ച ഒരു നീരുറവയും മുളനാഴിയുമുണ്ട്. ഒരു പച്ചമുളം തണ്ടിലൂടെ ഓരോ തുള്ളിയായി വീഴുന്ന വെള്ളമായിരുന്നു അത്. പല തുള്ളികളെ ശേഖരിക്കാനായി അവൾ ഒരുക്കിയ കുഴിയിൽ അത് നിറഞ്ഞു തുളുമ്പിക്കിടന്നു. അവിടെ അവൾ ഒരു മുളനാഴി സൂക്ഷിച്ചിരുന്നു. നീണ്ട പിടിയുള്ള പച്ച മുളനാഴി. ഒരു മുളനാഴി വെള്ളം കോരിയെടുത്ത് അവൾ അയാൾക്ക് കുടിക്കാൻ കൊടുത്തു. പച്ചമുളയുടെ മോഹിപ്പിക്കുന്ന ചുവയുണ്ടായിരുന്നു അതിന്. അവിടെ വെച്ച് നൂർ മുഹമ്മദ് ആ പെൺകുട്ടിയെ ചുംബിച്ചു. കണ്ടൽ മരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പക്ഷികൾ ആഹ്ലാദത്തോടെ പറന്നു പൊങ്ങുകയും വെള്ളം ഇളകിമറിയുകയും ചെയ്തു. പക്ഷേ പിന്നെയും അവൾ അപ്രത്യക്ഷയായിരിക്കുന്നു. ഈ രാത്രിയും കടന്നു പോവുകയാണ്. ഇപ്പോൾ റാബിയെപ്പോലെ അയാളും പാടുന്നു. രാത്രിയിതാ വിട ചൊല്ലുന്നു, പുലരി വരാനൊരുങ്ങുന്നു. ദൈവമേ, ഞാൻ എങ്ങനെയാണ് ഈ രാത്രി ചിലവിട്ടതെന്ന് നീ വിധിയെഴുതുക. സമാധാനമായിരിക്കാൻ എനിക്ക് അർഹതയുണ്ടോ, അതോ ഞാൻ ദുഃഖിക്കണമോ? നീ തന്നെ വിധിയെഴുതുക.